ഇസ്ലാമിന്റെ ശത്രുക്കൾ ഏറെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയും ഇതാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിക അധ്യാപനങ്ങളോട് വെറുപ്പുണ്ടാക്കുക. അവർക്കറിയാം ഇത് കുഫറാണ്. വെറുപ്പുണ്ടാക്കിയാൽ കാഫിറാവും. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിനെ, സ്ത്രീ ഹിജാബ് ധരിക്കുന്നതിനെ, ആണുപെണ്ണുകൾ കൂടിക്കലരുന്നതിനെ പോലുള്ള ഒരുപാട് അമലുകൾ എടുത്തെടുത്ത് പറയും. എന്നിട്ട് അതൊക്കെ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിൻ്റെതാകുക, ഇതൊക്കെ എങ്ങനെയാണ് ശരിയാകുക, വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊരുപാട് വിഷയങ്ങൾ എടുത്തു ധരിച്ചിട്ട് അവർ മുസ്ലിങ്ങൾക്കിടയിൽ ഇതൊക്കെ എങ്ങനെയാണ്, ഇതൊക്കെ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ പറയുക, ഇതൊക്കെ നാണക്കേടല്ലേ എന്നൊക്കെ പറയാം. ഖുർആൻ അല്ലാഹു പറയുന്ന അനിൽ മഹീർ, ഇത് ഹൈദ് രക്തത്തെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്ന, അവർ ചോദിക്കുന്നു ഹൈദ് രക്തത്തെ കുറിച്ചിട്ട് എന്താണ് അള്ളാഹ് പറയേണ്ട വാക്ക് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കിയെടുക്കുക ഇസ്ലാമിനോട്, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളോടൊക്കെ. താടി നീട്ടി വളർത്തുന്നതിനെ, നിര്യാണിക്ക് വേല വസ്ത്രം ധരിക്കുന്നതിനെ ഒക്കെ വെറുപ്പുണ്ടാക്കിയെടുക്കാൻ വളരെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഒരു കാരണവശാലും ദീനായി സ്ഥിരപ്പെട്ട ഒരു കാര്യം എത്ര ചെറുതാണെങ്കിലും ശരി വെറുക്കാൻ പാടില്ല. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ വെറുത്തു കഴിഞ്ഞാൽ അവൻ കാഫിറാണ്. വല്ലദീന കഫറു ഫതഅസൽ ലഹും, കാഫിറുകൾ അവർക്ക് നാശം, വഅലല്ല അമാലഹും, അവരുടെ കർമ്മങ്ങൾ അല്ലാഹു വൈകടിലാക്കിയിരിക്കുന്നു. കാഫിറുകൾക്ക് നാശം, അവരുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു വൈവേവിലാക്കിയിരിക്കുന്നു. എന്തുകൊണ്ട്? ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു എന്നതിനാൽ, അല്ലാഹു അവതരിപ്പിച്ചതിനെ വെറുത്തത് കൊണ്ട് അവരുടെ കർമ്മങ്ങളെല്ലാം അപ്പം അല്ലാഹു വൈകേടിലാക്കിയിരിക്കുന്നു. ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ്, അവർ അള്ളാഹു ഇറക്കിയതിനെ വെറുത്തത് കൊണ്ട്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. അത് കുഫറാണ്. ബാക്കി എന്താണ്? ദാലിക ബിഅന്നഹും കരിഹു മാ അൻസലല്ലാഹ് ഫഅഹ്ബത അഅമാലഹും, അങ്ങനെ അവരുടെ കർമ്മങ്ങൾ അള്ളാഹു നിഷ്ഫലമാക്കി. ഉലമാക്കൾ എഴുതി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അവന്റെ മറ്റ് സൽക്കർമ്മങ്ങൾ ബാത്തിലാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പ്രവർത്തനം കുഫറാണ്. കുഫർ ചെയ്താൽ മാത്രമേ നമ്മുടെ സൽക്കർമ്മങ്ങൾ ബാത്തിലാവൂ. നേരത്തെ പറഞ്ഞല്ലോ, ഷിർക്ക് കുഫർ ചെയ്താൽ മാത്രമേ നമ്മുടെ സൽക്കർമ്മങ്ങൾ ബാത്തിലാകൂ. ഇവിടെ അല്ലാഹു പറഞ്ഞു ഫഅഹ്ബത അഅമാലഹും, അവരുടെ അഅമാലുകൾ അല്ലാഹു നിഷ്ഫലമാക്കി കളഞ്ഞു, ബാത്തിലാക്കി കളഞ്ഞു. അപ്പൊ എന്ത് മനസ്സിലായി? ആ വെറുപ്പ് എന്താണ്? ആ ബുഗ്ദ് കുഫറാണ്. അതാണ് വമൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിനെ അവർ വെറുത്തു.